അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൂട്ടുകെട്ടിന് കൊടുത്ത ഏറ്റവും വലിയ പ്രാധാന്യം. യഥാർത്ഥത്തിൽ കൂട്ടുകാരില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എല്ലാ ആളുകൾക്കും അവന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാവും. സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയാത്തത്, സ്വന്തം ഭാര്യയോട് പങ്കുവെക്കാത്തത്, സ്വന്തം കൂടപ്പിറപ്പുകളോട് പറയാത്തത് പോലും ഒരുപക്ഷെ നാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരുമില്ല. എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ കൂട്ടുകാർ, ആത്മാർത്ഥ സഹോദരങ്ങൾ കൂട്ടുകാരില്ലാത്തവരായി ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാവ എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് കൂട്ടുകെട്ടിന്റെ ഇത്രയും വലിയ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം പറയുമ്പോഴേ ആ ഖുർആൻ പറയുന്നത് മാനവരാശിയെ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നടുവിൽ തടസ്സം നിന്നത് ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ മാനവരാശിയെ ഏറ്റവും വലിയ ചതിയുടെ കുഴികളിലോട്ട് കടന്നുപോയ ഒരു കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ആദ്യം ആ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ വന്ന് മാനവരാശിയെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചതിക്കുടിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഒരു വല്ലാത്ത ചതിയുടെ കഥ. അത് പൂർണ്ണമായി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹുമാ അവർ രണ്ടുപേരും ആദ്യമായി ജീവിതം തുടങ്ങിയത് അല്ലാഹുവിന്റെ സ്വർഗത്തിലായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ കഥയുടെ ചരിത്ര സംഗ്രഹം പറയുമ്പോ അല്ല പറയുന്ന ആദം ഹവ്വാ ദമ്പതികളെ സ്വർഗ കവാടത്തിന്റെ വാതിൽ തുറന്നിട്ട് അല്ല പറഞ്ഞു, വയാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം ഹവ്വാ ദമ്പതികളെ സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങുന്ന കരകാണാ കടല് പോലെ കരകവിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളുടെ നടുവിലൂടെ ഓടിക്കളിക്കുമ്പോ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അല്ലാഹ് പറഞ്ഞു, എല്ലാം ഭൂമിയിൽ ഈ സ്വർഗത്തിൽ കാണുന്ന എല്ലാം നിങ്ങൾ കഴിച്ചുകൊള്ളുക. ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, ആ വൃക്ഷത്തിന്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരെ നന്നായിട്ട് കേട്ടോളിയും, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാര്. അള്ളാഹ് എന്തിനാ ആദ്യ കഥ പറയുന്നത്? മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ പറയുന്നത് എന്തിനാണ്? അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ സ്വർഗം എന്തു വേണമെങ്കിലും കഴിച്ചോ, പക്ഷെ വലാ തഖറബാ ഹാദിഹി ശജറ, ആ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കാൻ പാടില്ല. അതെന്താ അള്ളാഹു ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട്? ആ വൃക്ഷത്തിന് എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ടല്ല. കാസർഗോഡാണല്ലോ ഈ സാധനം കൂടെ ഉള്ളത്. എവിടെ? ചെറുക്കള പഞ്ചായത്തിൽ. എവിടെ എൻഡോസൾഫാൻ ഉള്ളത്? ബദിയിടുക. എൻഡോസൾഫാൻ തളിച്ചിട്ടില്ല. അതിൽ മാരകമായ കീടനാശിനി ഉള്ളത് കൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരെ കേട്ടോളീൻ, അല്ല പറയുന്നു അവന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ അല്ല കടിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ അത് കടിക്കാതിരിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചില്ല. അല്ല പറഞ്ഞതൊഴിച്ചു ബാക്കിയെല്ലാം കടിച്ച് നമ്മുടെ പിതാവും മാതാവും സ്വർഗത്തിൽ ഇങ്ങനെ പരിലസിക്കുമ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു ഒരാൾ, ആജന്മ മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രുവായ പിശാച്. പിശാച് വന്നിട്ട് ചോദിച്ചു, ആദം ഹവ്വാ ദമ്പതികളെ ഖുർആൻ വളരെ വിശാലമായിട്ട് സംഭവം ആദ്യം തന്നെ ഖുർആനിൽ പറയുന്നത് എന്തിനാ? നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ. നിങ്ങളെന്ന് വെച്ചു ഇത്രയും മനുഷ്യന്മാർ ആമീൻ പറഞ്ഞ ഇത്രയും സൗണ്ടേ ഉള്ള. അള്ളാഹു ആ ചതിക്കുഴിയിൽ വീഴ്ത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫവസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ലാ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സ്വർഗത്തിന്റെ ശീതള ഛായയിലൂടെ വല്ലാതെ അനുഗ്രഹത്തിന്റെ പറുദീസയിലൂടെ നടന്നുപോയ ആദം ഹവ്വ ദമ്പതികളുടെ മുമ്പ് പിശാച് വന്നിട്ട് പറഞ്ഞു അത്രേ, ആദം ഹവ്വ ദമ്പതികളെ, ഫഖുൽനായ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ഓ ആദം ഹവ്വ ദമ്പതികളെ, ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, പിശാച് വന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലദില്ലുക അലാ ശജറത്തിൽ ഖുൽദി, ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെയോ? ഏതാണ് ആ മാന്ത്രിക മരം എന്നറിയോ? ആ മരത്തിന്റെ പഴം കടിച്ചാൽ അവസാനം വരെ നീങ്ങിപ്പോകാത്ത ഐശ്വര്യം കിട്ടുന്ന, നിത്യ ഐശ്വര്യത്തിന്റെ പൊരുളിവയിൽ കിടക്കുന്ന ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ സഹോദരങ്ങളെ, ആദ്യത്തെ പിശാചിന്റെ തന്ത്രമാണിത്. ആദ്യം വന്ന് പഴം കടിക്കാൻ പറഞ്ഞില്ല, ആദ്യം പിശാച് പരസ്യം ചെയ്തു, ഒരു മാന്ത്രിക മരം കാണിച്ചു തരട്ടെയോ? മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കുകയാണ്. ഒടുക്കത്തെ പരസ്യമല്ലേ മനുഷ്യന്റെ മനസ്സിളക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗലോകത്ത് മാതാപിതാക്കളെ തറവാട്ടിൽ നിന്ന് വലിച്ചെറിയാണ് മനുഷ്യകുലത്തിന്റെ ആജന്മശത്രുവായ പിശാച് ഉയർത്തിയ തന്ത്രമാണിത്, പരസ്യത്തിന്റെ തന്ത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്യം കാണുമ്പോ ഏറ്റവും വലിയ പ്രലോഭനത്തിലോട്ട് കടന്നു പോകുന്ന ജനതയുടെ മുമ്പ് പരസ്യമെന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചാരണമാണെന്ന് തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. 1000 പരസ്യമാണ്. പണത്തിന് ആവശ്യമാണോ? ആവശ്യത്തിന് പണം വേണോ? ഓരോ നാൽക്കവലയിലും പരസ്യപ്പലകകൾ. പണത്തിന് ആവശ്യമാണോ? ആവശ്യത്തിന് പണം വേണോ? മുത്തൂറ്റിലേക്ക് വരിക, സ്വർണം പണയം വെക്കുക. സഹോദരങ്ങളെ, പരസ്യമാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത്, പരസ്യമാണ് മനുഷ്യനെ വഴിതെളിപ്പിച്ചത്. 1/2 മീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന് പറയുന്ന ഒടുക്കത്തെ പരസ്യം കണ്ടപ്പോ എല്ലാ പെണ്ണുങ്ങളും വീണുപോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് ഉയർത്തിയ തന്ത്രമാണിത്. അല്ലദില്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? ആദം ഹവ്വ ദമ്പതികൾ റളിയല്ലാഹു അൻഹുമാ അലൈഹിമുസ്സലാത്തു വസ്സലാം അവര് ചോദിച്ചു, ഏത് മരമാണ്? പിശാച് ചൂണ്ടിക്കാണിച്ചു ആ മരം. ആദം നബി ഹവ്വ ബീവിയും പറഞ്ഞു, ഇല്ല, അത് അല്ലാഹു ഞങ്ങളോട് വിലക്കിയ മരമാണ്, അത് ഞങ്ങൾ കഴിക്കാൻ സാധ്യമല്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിശാച് ആദം നബിയോടും ഹവ്വ ബീവിയോടും പറഞ്ഞു അത്രേ, ആ പഴം കഴിക്കരുതെന്ന് അല്ല നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇല്ലാനെ തക്കൂന മലക്കൈനി ഔ തക്കൂന മിനൽ ഖാലിദീൻ. ആ പഴം കടിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ കാലാകാല സ്വർഗത്തിൽ കിടക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും. അതുകൊണ്ടാണ് അല്ലാഹ് അത് കടിക്കരുതെന്ന് പറഞ്ഞത്. കാലാകാലം നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകും, അത്ര വലിയ മാന്ത്രിക മരമാണെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ആദം നബി ഹവ്വ ബീവിയും പകച്ചു നിന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തിൽ തുറന്നിട്ട് ഞാൻ ഖുർആനിലെ കൂട്ടുകാര് തുടങ്ങുകയാ. പൊന്നുമോനെ, ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പുറകില് കൂട്ടുകാരല്ലേ. രാവിലെ പത്രമെടുത്ത് നോക്കിയാൽ പെൺവാണിഭം നടത്തുന്നത് ഒരാളല്ലല്ലോ, ബാങ്ക് കവർച്ച നടത്തുന്നത് ഒരാളല്ലല്ലോ, വഴിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചിട്ട് കഴുത്തറത്തിട്ട് മാലക വരുന്നത് ഒരാളല്ലല്ലോ, ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ, അതല്ലെങ്കിൽ റോഡിൽ മനസ്സൈഡിൽ വന്ന് നിൽക്കുന്ന, ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു ഇര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ. പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗം ചെയ്തത്. ഈ ദുനിയാവിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് ഒരാൾ തന്നെ ചെയ്യുന്നതല്ല, കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ. എല്ലാ തിന്മയുടെ മുകളിൽ കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാരായം കുടിക്കാനും നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. സഹോദരങ്ങളെ, പൗവല് വയലും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. 1.5 മണിക്കൂർ ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ ബഹുമാനനായ സുഹൃത്ത് മിസ്ബാഹ് യൂസുഫിന്റെ കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകില് റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്ന
പോലും കാത്തു നിൽക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരാണ് അവര് ബൈക്കിൽ 2-3 പേരുമായി വഴുത് കേൾക്കാൻ വരുന്നു. അറിയാതെ ചിന്തിച്ചു പോയി പടുത്തുറപ്പ് ഇവര് നന്മ കേൾക്കാൻ കൂടിയവരാണല്ലോ. പള്ളത്തിൽ അഹമ്മദ് കബീർ വാഖവിയുടെ വഴുതണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് ബൈക്കിൽ കയറ്റി വരുമ്പോ അല്ലാ കിട്ടപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. കാരണം എന്തെന്നറിയോ? തെറ്റിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ല, തെറ്റിലേക്ക് ക്ഷണിക്കുന്നവൻ കൂട്ടുകാരനല്ല, മദ്യപിക്കാൻ സഹായിക്കുന്നവൻ കൂട്ടുകാരനല്ല, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. കാരണം വഴിപഴപ്പിച്ച കൂട്ടുകാരനാരെന്നറിയുമോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പിശാചിന്റെ വാക്ക് കേട്ടപ്പോ പിശാച് വന്നിട്ട് ആദം ഹവ്വാ ദമ്പതികളോട് പറഞ്ഞപ്പോ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ആദം നബിയും ഹവ്വാ ബീവിയും പഴം കഴിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, ഫദല്ലാഹുമാ ബിഗുറൂർ. ആ പിശാച് അവരെ രണ്ടുപേരെ ഈ ചതിക്കുഴി തോണ്ടി കൊടുത്തു. അല്ലാഹു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഫദല്ലാഹുമാ ബിഗുറൂർ. ആ പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദം നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലോട്ട് പറഞ്ഞു വിട്ടു ഖുർആൻ. ഫദല്ലാഹുമാ ബിഗുറൂർ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ, അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആദം നബിയെയും ഹവ്വാ ബീവിയെയും പിഴപ്പിക്കാൻ പിശാചെടുത്ത രൂപമേതായിരുന്നു? പിശാചെടുത്ത രൂപമേതാ? ആദം നബിയോട് ഹവ്വാ ബീവിയോടും പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ, ഏയ് ഇല്ലാൻ തക്കൂന മലക്കൈനി ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി, ഒരു മാന്ത്രിക മരം നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ, അത് തിന്നാൽ വമുൽക്കില്ല യബില, തീരാത്ത ഐശ്വര്യം കിട്ടും. ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ, ഒന്നും അറിയാത്ത അവന്റെ അടുക്കൽ വന്നിട്ട് പറയും, ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ, അത് നിന്റെ ചുണ്ടിന്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗം നേരിട്ട് കാണും. അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഹഷി. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് പരത്തിയ അതേ തന്ത്രമാണ് കൂട്ടുകെട്ടിന്റെ ഇടയിൽ. ഒരു ചെറിയ പൊതി അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ്, നീ ഇത് തിന്നു നോക്ക്, ദുനിയാവിലെ സ്വർഗം നീ ഇപ്പൊ കാണും. അവനതെടുത്തിട്ട് ആ സാധനം ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി, അങ്ങനല്ലേ പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ, കഷ്ടപ്പിടിക്കുന്നുണ്ട് ഒന്ന്. അതിങ്ങനെ ഈ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട്, പിന്നെ നമ്മുടെ മക്കളാണ് ഒരു ഗുണമുണ്ട്, പണ്ട് മുതൽ അവന്മാർ ഊതിയ കഴിക്കും, ഒരൊറ്റ ഊതല, അതിൻ്റെ പൊടിയെല്ലാം അങ്ങ് പറന്നു പോകും, എൻ്റെ കട്ടയൊക്കെ അതിനകത്ത് കിടക്കും. അതിങ്ങനെ ചുരുട്ടി എടുത്ത് അതിൻ്റെ ആദാബും ഷർത്തും ഫർളും അനുസരിച്ച് ഈ ചുണ്ടിൻ്റെ ഇടയിലോട്ട് തിരികെ വെച്ചാൽ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തിലാ. ആരാ തന്നത്? കൂട്ടുകാരൻ. അല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞ സൽവ ഇറങ്ങിയത് മാറി ഇറങ്ങിയതല്ലല്ലോ. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളി, കൂട്ടുകെട്ട് ആപത്താണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം. 9 കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ്, ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ പറയുന്നു, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോൾ ആദം നബിയും ഹവ്വാ ബീവിയും പറഞ്ഞു, ഓ അങ്ങനെയാണോ, ഇത് കഴിച്ചാൽ അങ്ങനെ മലക്കായി മാറുമോ? ശങ്കിച്ച് നിന്നപ്പോ പിശാച് എന്ത് ചെയ്തു? കൂട്ടുകാരൻ ആദം നബി ഹവ്വാ ബീവിയും അല്ലാതെ സംശയത്തോടെ നിൽക്കുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട ആദം നബിയോട് പിശാച് പറഞ്ഞുവത്രേ, വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ. അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ സത്യം ചെയ്തിട്ട് പിശാച് പറഞ്ഞുവത്രേ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ മാത്രമാ, നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, കൂട്ടുകാരെ, ആദ്യമായിട്ട് പിശാച് എടുത്തണിഞ്ഞ രൂപം ആദം നബിയെയും ഹവ്വാ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാച് എടുത്തണിഞ്ഞ രൂപം ഏടെന്നറിയോ? ശത്രുവിന്റെ രൂപമല്ല, ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ. അള്ളാന്റെ ഖുർആന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ,
എപ്പോഴും അള്ളാന്റെ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നത് ആ സ്വർഗത്തിന്റെ കവാടത്തിലോട്ട് കടന്നു ചെല്ലാൻ നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴിതെറ്റിക്കുന്നത് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും. ആത്മാർത്ഥ കൂട്ടുകാരനാ മനുഷ്യനെ ആദ്യം ചതിച്ചതെങ്കിൽ അള്ളാന്റെ ഖുർആന്റെ വാക്ക് പാടാവുകയില്ല. ലോകത്തെല്ലാവരും പറയുന്നതെന്താ? ഓരോ മാതാപിതാക്കളും പറയുന്നതെന്താ? ഉസ്താദേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു, അവൻ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു. +2 പോയപ്പോ, കോളേജിന് പോയപ്പോ, എഞ്ചിനീയറിംഗിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കിട്ടി, അവൻ വഴിപടച്ചു പോയി ഉസ്താദേന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട്. 1000 ചീർണതകൾക്ക് വേണ്ടി, 1000 അശ്ലീലതകൾക്ക് വേണ്ടി ഖുർആനിലെ കൂട്ടുകാരെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. സഹോദരങ്ങളെ, കൂട്ടുകെട്ട് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ. ലോകത്ത് ഏറ്റവും കൂട്ടുകാരാണ് നിന്നെ വഴിതെറ്റിക്കൊണ്ടതെങ്കിൽ, 7 പെൺമാണിപത്തിന്റെ നടുവിൽ കൂട്ടുകാരാണെങ്കിൽ, സഹോദരങ്ങളെ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഞാൻ 1 മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ? അങ്ങകലെ തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങകലെ പശ്ചിമ ബംഗാളിൽ നിന്ന് 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി, പശ്ചിമ ബംഗാളിയായ 17 വയസ്സുകാരി പെൺകുട്ടി അവളുടെ കാമുകനെ അന്വേഷിച്ച് കേരളത്തിൽ വന്നു. കേരളത്തിലെ പട്ടാമ്പിയിൽ വന്നു. അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്ത് ജോലി എന്നറിയോ? സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ജോലി. പാവപ്പെട്ട തമിഴനായ മനുഷ്യന്, ബംഗാളിയായ 17 വയസ്സുകാരി ഒരു തമിഴനാണ് അവളുടെ പെങ്ങളെ, അവളുടെ സഹോദരിയെ വിവാഹം ചെയ്തത്. ഏതോ ഒരു കൂട്ടുകാരന്, ഒരു കാമുകൻ അവളെ ബംഗാളിൽ നിന്ന് വഞ്ചിച്ചുവത്രേ. അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കടന്നു. തന്നെ പ്രേമ വാഗ്ദാനം നൽകി വല്ലാതെ കടന്നുപോയ കാമുകനെ തേടി 17 വയസ്സുകാരിയായ പാവപ്പെട്ട ബംഗാളി പെൺകൊട് അവളെ ഈ പട്ടാമ്പിയിൽ വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു. ഒരു കൂട്ടുകാരിയെയും കൂട്ടി, തന്റെ ഈ സഹോദരിയുടെ അനുജത്തിയെയും കൂട്ടി ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരന്, സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരി കൊടുത്ത തമിഴ്നാട്ടുകാരന്, അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി. അവിടെ പോയി കാമുകനെ അന്വേഷിച്ച് കണ്ടില്ല. സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ, കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ, വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ, സഹോദരങ്ങളെ, ഷോളയാർ വനത്തിന്റെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി. കടന്നു വരാൻ മാർഗമില്ല, വാഹനമില്ല. കാട്ടുപാതയുടെ നടുക്ക്, മലമാതയുടെ നടുക്ക്, നിബിഡ വനത്തിന്റെ നടുവിലുള്ള കാട്ടുപാതയിൽ ആ പാവപ്പെട്ട 17 വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരി ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരനും കാത്തു നിൽക്കുമ്പോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നു. ആ ലോറിയുടെ മുമ്പിൽ 3 ചെറുപ്പക്കാർ ആശയോടെ കൈനീട്ടി കാടിന്റെ നടുവിൽ അകപ്പെട്ടു പോയി. പാവങ്ങൾ, ദിശയറിയില്ല, വടിയറിയില്ല, അന്യനാട്ടുകാർ. അവര് കൈനീട്ടി ആ ലോറിയിൽ ഇരിക്കുന്നവര് തങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ, അവര് തങ്ങളൊന്ന് നാട്ടിലെത്തിച്ചിരുന്നുവെങ്കിൽ. 17 വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ അവര് വാഹനം നിർത്തി. ആ പാവപ്പെട്ട 2 പേരെ വാഹനത്തിൽ കയറ്റി ഹിംസ്രജന്തുക്കളെ തിങ്ങിപ്പാർക്കുന്ന വനത്തിലൂടെ ആ വാഹനം നടന്നു പോകുമ്പോ, സഹോദരങ്ങളെ, ആവടിഞ്ഞ വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ 3 പേര്, ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു. ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല. മലയാള ഭാഷയിൽ അവൻ പറഞ്ഞതെന്തെന്ന്, മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്തെന്ന് ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത്. എന്തിനാണ് ഖുർആനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും, അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്. സഹോദരങ്ങളെ, നിബിഡവനത്തിലെത്തിയപ്പോ, ആളുകൾ പാർക്കാത്ത നിബിഡവനത്തിലെത്തിയപ്പോ ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരന് 2 കൈയും 2 കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ടുപോയി. 17 വയസ്സുള്ള ബംഗാളി പെൺകൊടിയെ 3 പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി. ആരും കാണാത്ത വനത്തിന്റെ നടുവ്, കാരണച്ചോലയുടെ നടുവ് ആ 3 പേർ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി മലത്തിക്കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ഓരോരുത്തരായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക
17 നിലവിളിക്കുമ്പോ ഓരോരുത്തരായി അവളെ കടിച്ചു മുറിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ, ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രമൂരി മാറുമ്പോ, കാട്ടില് താമസിക്കുന്ന കാട്ടാന പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, ഷോളയാറ് വനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ. കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല, കാട്ടാന ഇങ്ങനെ പിടിയാണ് ഇങ്ങനെ മാനം കെടുത്താറില്ല, കാട്ടുപുലിയും ചെമ്പുലിയും ഇങ്ങനെ മട്ടരുത്തന്റെ പച്ചമാംസം കത്തിപ്പിടിക്കാറില്ല. സഹോദരങ്ങളെ 3 പേര് മാറി ആ 17 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തി അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു. അവസാനം ആ പെണ്ണ് എഴുന്നേറ്റോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകലെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു. ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് കരുതി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു. ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു റൊമാൻറ്റിക് ഭാവനയല്ല പറയുന്നത്. ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നത് ആരെന്നറിയുമോ? ഇരയെ കെട്ടിയപ്പോൾ ലോറി ഡ്രൈവർ ഫോണിൽ വിളിച്ചു വരുത്തിയ കൂട്ടുകാരൻ. എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട്, പങ്കുവെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം, അവന്റെ പേര് സുധീർ എന്നാണ്, അവനാണ് വന്നത് ഇരയെ പങ്കുവെക്കാൻ. അവനും പിടിച്ചു നിർത്തി സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ ഉടുതുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി 4 പേര് പിച്ച് ചിന്തിയ പെണ്ണ് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിൽ കേട്ട ഏതോ അയൽവക്കക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാതെ കടിച്ചു പറിച്ച ചുണ്ടുകളുമായി ശരീരവുമായി പൊട്ടിക്കരയുന്ന പെണ്ണ് ആരോ മറയ്ക്കാൻ വസ്ത്രം കൊടുത്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ബംഗാളിയായ 17 വയസ്സുള്ള പെണ്ണിനെ കാണണോ? കാസർഗോഡുകാരെ കാണണോ? പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലില് മാനസിക നില തകരാറിലായി ഭ്രാന്തിയെ പോലെ ആ 17 വയസ്സുകാരി. ആരാണ് ചെയ്തത്? ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ് മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു. ആ കൂട്ടുകാരൻ പങ്കുവെച്ചപ്പോ സഹോദരങ്ങളെ കൂട്ടുകെട്ടാണ് തകർത്തത്. എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ലവരോടെ കൂട്ടുകൂടാവൂ, എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, കേരളത്തിൽ നടന്ന എത്രയോ പെൺവാണിഭങ്ങളുണ്ട്. കിളിരൂര് പെൺവാണിഭം, കവിയൂര് പെൺവാണിഭം, വിതിര പെൺവാണിഭം. 15 വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമ്പാട്ടകളോട് സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജിൽ 85% കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയ വീട്, കവിയൂരിലെ അനഘയ വീട്. കിളിരൂര് പെൺവാണിഭ കേസിൽ കോടതി ശിക്ഷിച്ചു. ആരാണ് 15 വയസ്സുള്ള പെണ്ണിന് 70 പേർക്ക് പിച്ച് ചിന്നാൻ കൊടുത്തതെന്നറിയോ? ആ നാട്ടിലെ കാമുകന്മാരല്ല, അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിലേതായ സ്നായരാണ്. ആരാണ് കൊടുത്തത്? അവളുടെ അമ്മയുടെ കൂട്ടുകാരി. ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത്. ഏത് പെൺവാണിഭത്തിന്റെ കഥ എടുത്തു നോക്കോ, ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്തത് ആണല്ല, അവളുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, പിശാച് നിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ, നരകത്തിലോട്ട് കൊണ്ടുപോകുന്ന പരലോകത്ത് വലച്ചു കളയുന്ന കൂട്ടുകാര് നിനക്ക് വേണ്ട. അള്ളാഹു നല്ല കൂട്ടുകാരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? ഉമർ റളിയല്ലാഹു തആല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉബയ്യെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാ? അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ നിനക്ക് വേണ്ടി അറിഞ്ഞു ദുആ ചെയ്യുന്നവനാരോ അവനാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാതെ തന്നെ ഓർത്ത് ദുആ ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഞാനാണ്. അല്ലെ ഇന്നലെ എറണാകുളത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ദുആ ചെയ്തത്? അപ്പോൾ നിങ്ങൾ എൻ്റെ നല്ല കൂട്ടുകാരനാവണം. ആവോ? അങ്ങനെയാണ്. നിങ്ങൾ ഈ വാത് കഴിഞ്ഞ ഉസ്താദെ കബീർ ഉസ്താദിന് ആരോഗ്യം കിട്ടണം, അവസാനമൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയണ്ട. കൊണ്ട് നല്ല കൂട്ടുകാരുണ്ട്. അള്ളാഹു നല്ല കൂട്ടുകെട്ടിൽ പെടുത്തട്ടെ. ഒരുമിച്ച് കൂടെ നല്ല കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് ബറക്കത്തുണ്ടാവും, മോശമായ കൂട്ടുകാർ ജീവിച്ചിരിക്കുന്നിടത്ത് അദാബുണ്ടാകും. ഖുർആൻ, രണ്ടും ഖുർആനാണ്. പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ.
അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ ആദ്യം പറയുന്നു പിശാച് മനുഷ്യനെ ചതിച്ചത് കൂട്ടുകാരന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. എന്ത് കൂട്ടുകാരെ? നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഒരാൾക്ക് നല്ല കൂട്ടുകാരെ കിട്ടി, പക്ഷെ അത് കൈവെള്ളയിൽ കിട്ടിയിട്ട് അവൻ കളഞ്ഞു. ഖുർആനിൽ 3 ആയത്തിറങ്ങിയത് അവന്റെ പേരിലാണ്. ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം കിട്ടി, പക്ഷേ ആ നല്ല കൂട്ടുകാരെ തള്ളിക്കളഞ്ഞവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഖുർആൻ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം പ്രയോജനപ്പെടുത്തിയില്ല, അവൻ നാളെ ആഖിറത്തിൽ കൈ കടിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പൊന്നു സഹോദരന്മാരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാരോടും കൂട്ടുകൂടാൻ പാടില്ല. കേരളത്തിലെ ഏത് പെൺവാണിപ്പത്തിന്റെ കഥ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളി. ഏത് പെണ്ണിനെയും കൂട്ടിക്കൊടുത്താൽ അവളുടെ കൂട്ടുകാരിയ അല്ലേ? ആണല്ലോ കൂട്ടിക്കൊടുത്തത്. ചുമ്മാ പെണ്ണുങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വീട്ടിലിരുന്ന കാര്യം പോകും. അവള് വേറെ എവിടെയെങ്കിലും പോകും. നമ്മൾ പള്ളത്തെ പള്ളിയിൽ കയറിയിട്ട് ഇന്ന പോലെ റജീകിലെ കാതറെന്നും പറഞ്ഞിരിക്കേണ്ടി വരും. കൂട്ടുകെട്ടിനെ ഖുർആൻ വളരെ വിശാലമായി പറയുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? ഇതൊരു വിശാലമായ വിഷയമല്ലേ? എത്ര പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത്? എത്ര പെൺവാണിഭമാ നടക്കുന്നത്? എത്ര കുടുംബമാ തകരുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളീൻ. എല്ലാ പെണ്ണുങ്ങളോടും കൂടാവോ? എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടാൻ പാടില്ല. ഖുർആൻ സൂറത്തുൻ നൂർ, ഞാൻ ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. ഒരു പെണ്ണോട് ആരോടൊക്കെ സഹവസിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാലി ബുഊലത്തിഹിന്ന ഔ ആബായി ബുഊലത്തിഹിന്ന ഔ അബിനായി ബുഊലത്തിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന ഔ ബനീ അഖവാത്തിഹിന്ന ഔ നിസായിഹിന്ന. നന്നായിട്ട് കേട്ടോളി സഹോദരിമാര്, ലോകത്ത് മുഴുവനും അപകടത്തിന്റെ കഥകൾ കേൾക്കുകയാണ്. ദീനുള്ള വീട്ടിലെ പെണ്ണുങ്ങളും അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പെണ്ണ് ആരോടൊക്കെ കൂട്ടുകൂടാം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, മുഖവും മുൻകൈയും കാണിച്ച് നിനക്ക് സഹകരിക്കാം. നിന്റെ ഭർത്താവിന്റെ അടുക്കൽ കുഴപ്പമില്ല, ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കൽ കുഴപ്പമില്ല, ആ ഭർത്താവിന്റെ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. ഓ പെങ്ങളെ, നിന്റെ സഹോദരന്റെ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ സഹോദരിമാരുടെ ആമക്കളുടെ അടുക്കല് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്ന വാക്ക് എന്നെ കേൾക്കാനത്തെ സഹോദരിമാരോട് പറയട്ടെ. അല്ലാഹ് പറയുന്നു, എല്ലാ പെണ്ണുങ്ങളോട് കൂട്ടുകൂടി കൂടാ. നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ എല്ലാ പെണ്ണുമായിട്ട് കൂട്ടുകൂടരുത്. എല്ലാ പെണ്ണിനെയും വീട്ടിൽ കയറ്റല്ലേ. നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ, നിന്നെ പോലെ തക്കവയുള്ള, നിന്നെ പോലെ അള്ളാനെ പേടിയുള്ള സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടാവൂ. നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി, നാട്ടിലെ വ്യഭിചാരി പെണ്ണുമായി, അന്യപുരുഷനുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന പെണ്ണുമായി നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ആരാ പറഞ്ഞത്? 14 നൂറ്റാണ്ട് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ മക്കാ മരുഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ തിരുദൂതരെ അള്ളാന്റെ റസൂല് ഊതി പറഞ്ഞ ഖുർആൻ, വായിക്കാൻ അറിയാത്ത വ്യക്തി വായിച്ചു പറഞ്ഞ നിത്യവിസ്മയമായ ഖുർആൻ. ആ ഖുർആനാണ് പറഞ്ഞത്, കിളിരൂര് പെൺവാണിഭം മുൻനിർത്തി, കവിയൂര് പെൺവാണിഭം നിർത്തി. ഈ ആയത്ത് 1000 വട്ടം പറയട്ടെ. ദീനീ ബോധമില്ലാത്ത പെണ്ണുങ്ങളുമായി, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി, അന്യപുരുഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പെണ്ണുമായിട്ട് കണ്ണു കൂട്ടുകൂടല്ലേ. സഹോദര രക്ഷകർത്താക്കളെ, നിങ്ങളുടെ പെണ്ണുങ്ങളെ, പെൺമക്കളെ മോശമായ പെണ്ണുങ്ങളുമായി കൂട്ടുകൂടാൻ അനുവദിക്കരുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിലെ ഗവർണറായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, അംറേ, മിസ്രിലെ ദീനുള്ള തഖ്വയുള്ള പെണ്ണുങ്ങൾ, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകുന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകരുതെന്ന് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ പെൺമക്കളുടെ കൂട്ടുകെട്ട് നിയന്ത്രിക്കണം. അവളാണ് വഴി പഠിപ്പിക്കുന്നതെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്ന നല്ല
കൂട്ടുകാരെ പാടുള്ളൂ, നല്ല കൂട്ടുകാരെ പാടുള്ളൂ, നല്ല കൂട്ടുകാരെ പാടുള്ളൂ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഒരു നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞു. ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നല്ലതിന് വേണ്ടിയല്ലേ? അവരെ നല്ല കൂട്ടുകാരല്ലേ? ആ കൂട്ടുകെട്ട പള്ളം പ്രദേശത്തിന്റെ ഈ കൂട്ടുകാർ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ കാസർഗോഡ് എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ട്. ഒരു 4 കൂട്ടുകാരെ എനിക്കറിയാം. ഉസ്താദേ, ഏറ്റവും വലിയ തെറ്റിലോട്ട് കടന്നു പോകുന്ന, മദ്യവും പെണ്ണും കൺമുന്നിൽ കിടക്കുന്ന ഗോവ നഗരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതേവരെ ഉസ്താദെ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ കൂട്ടുകൂടിയ 4 കൂട്ടുകാർ. സഹോദരങ്ങളെ, എന്റെ വീട്ടിലോട്ട് സഞ്ചരിക്കുന്ന 12 മണിക്കൂറിന്റെ ഉള്ളിൽ അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ, ദീനിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് നിന്നവരാ. മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മക്കളെ, കൂട്ടുകൂടിയാൽ അത് നന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടണം, അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം, അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം. നല്ല കൂട്ടുകാരെ കിട്ടുമായിരുന്നിട്ട് ആ മഹാസൗഭാഗ്യം വലിച്ചെറിഞ്ഞവന് അവന്റെ അവസ്ഥയെ കുറിച്ചാണ് അള്ളാന്റെ ഖുർആൻ അടുത്തു പറയുന്നത്. ഏത് കൂട്ടുകാരനെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സലാത്താണ് സദസ്സിന്റെ ശക്തി. ഞാൻ തന്നെ വലിയ ക്ഷീണിതനാണ്. അതിനിടയിൽ സദസ്സിന്റെ ശക്തി എന്താ? സലാത്താണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ വലിയ മഹാമാരൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. അവിടെ സലാത്തില്ല. പിന്നെ എവിടെയുള്ളത്? തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങണ മണ്ണല്ലേ? മാലിക് ദീനാറിന്റെ മണ്ണല്ലേ? റളിയല്ലാഹു അൻഹു. അവിടെ സലാത്തില്ല. പിന്നെ ഇതെന്താ ഉള്ളത്? ഇവിടെയല്ലേ സലാത്ത് ഉണ്ടാവേണ്ടത്? ഇത് നമ്മുടെ ചക്കര ബസാർ മാതിര. പേര് ചക്കര ബസാർ എന്നാണെങ്കിൽ ഒരു തുള്ളി ചക്കര അവിടെ നിന്ന് കിട്ടിയില്ല. പേര് ചക്കര ബസാർ എന്നാണ്, പക്ഷെ അവിടെ ചക്കര കിട്ടുമോ? നമ്മുടെ തിരിച്ചറിയൽ കാർഡ് മാതിരി. അതിന്റെ പേര് തിരിച്ചറിയൽ കാർഡ് എന്നാണ്, പക്ഷെ അതിനകത്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. സ്വന്തം ബാപ്പാനെ തിരിച്ചറിയാൻ പറ്റില്ല. അതിനകത്ത് നോക്കിയാൽ തിരിച്ചറിയൽ കാർഡ്, പേര് തിരിച്ചറിയൽ. ഇപ്പൊ ചക്കര ബസാർ. ഞാനൊന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി. ഞാൻ തന്നെ വലിയ സന്തോഷം. എന്താ സ്നേഹം അവിടുത്തെ ആളുകളുടെ. ഓടി വന്ന് കെട്ടിപ്പിടിച്ചു പോവാ. ചക്കര ബസാറിലെ അള്ളാഹു നല്ല ബറക്കത്ത് കൊടുത്തിട്ട് അവിടുത്തെ കച്ചവടക്കാർ ധാരാളം പേര് പറഞ്ഞു, ഉസ്താദെ കച്ചവടമൊക്കെ മോശമാണ്, കടവാണ്. അള്ളാഹു ആ പാവങ്ങൾ പൊരി വെയിലത്തിരുന്ന് കച്ചവടം ചെയ്യണവരാണ്. അള്ളാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ബിസിനസ്സിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും കൊടുത്ത് കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ്, നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ്. ഇവിടെ നോക്ക് ചെറുപ്പക്കാരെ, കാസർഗോഡുകാരെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ്. എല്ലാ കാര്യത്തിലും എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ ഇങ്ങനെ കൂട്ടുകെട്ടിയെടുത്ത് എന്തുവാ ആർജയാ, ഇതാണ് DJ. ഇവിടെ ഒരു കാതിലൊരു കടുക്കനിട്ട് എല്ലാ ആഭാസവും നിന്റെ കയ്യിലുണ്ട്. പൊന്നുമോനെ, കൂട്ടുകാര് നല്ലതാവണം. ആഭാസം നടത്താൻ വേണ്ടി കൂട്ടുകൂടരുത്. കാസർഗോഡ് എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. തക്കുവയുണ്ട്, നരകമുണ്ട്. എല്ലാത്തിനും മുമ്പന്തിയില, എല്ലാത്തിനും മുമ്പന്തിയില. അള്ളാഹു തന്ന ആയുസ് അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കണം. എന്ത് ചെയ്താലും, ലോകത്ത് എന്തുണ്ടായാലും അത് കാസർഗോഡുകാരെ ഏറ്റെടുക്കും. അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി, അത് ആദ്യം ഏറ്റെടുത്ത കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, ചാവക്കാടുകാർ കുട്ടികൾ. അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങിയത് ഫാഷനൊന്നുമല്ല, അത് വന്ന പടി ഞാൻ പറയാം. പക്ഷെ അത് അതേപടി ഏറ്റെടുത്തു കേരളത്തിലെ ചാവക്കാടുകാര് ചെറുപ്പക്കാര്. എന്താണെന്നറിയോ പുതിയൊരു ഫാഷൻ എന്ന് പറഞ്ഞ പാന്റ് അവന്റെ ഈ ഇടുപ്പില്ലേ അതിനെ താഴേക്ക് വലിച്ചിടും. അതിന്റെ ഉള്ളിൽ ഒരു നല്ല ഒരു സാധനമുണ്ട്, ജോക്കിയുടെ ഇന്നർ വെയർ. അത് വെളിയിൽ കാണിക്കും. 250 റുപ്യ സാധനം. കാസർഗോഡുകാർ ആദ്യം ഉണ്ടാക്കിയത് ഇല്ലേ? കാസർഗോഡുകാര് ചെറുപ്പക്കാർ ആദ്യം ഉണ്ടാക്കിയത് പാന്റ് താഴേക്ക് വലിച്ചിടുക. അതിന്റെ അകത്തൊരു സാധനമുണ്ട്, ജോക്കിയുടെ ഇന്നർ വെയർ. 250 റുപ്യ സാധനം. അത് വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നടക്കുക. ആദ്യമായിട്ട് ചാവക്കാട് കുട്ടികൾ ഇറക്കി, കാസർഗോഡുകാർ ഏറ്റെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ഫാഷൻ എവിടെ നിന്ന് വന്നതാണെന്നറിയോ? അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരായ തടവുകാർ അവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി അടയാളമായി കാണിച്ചതാണ് ഈ വസ്ത്രം താഴോട്ടുരിഞ്ഞിട്ടത്. അത് ഫാഷനായിട്ട് തിരഞ്ഞെടുത്തു കാസർഗോഡ് ചെറുപ്പക്കാർ. ഇല്ലേ? എന്നെ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊന്നുമക്കളെ, ഞാൻ പറയും. നിങ്ങൾ എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. അടിവസ്ത്രം വെളിയിൽ കാണിക്കുന്ന സംസ്കാരം എല്ലാത്തിനുമുണ്ട്. ഇത് അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരുണ്ടാക്കിയതാണ്. അതെങ്ങനെ നെറ്റിലൂടെ വെളി വന്നു, അതൊരു ഫാഷനായി.
എന്താ കഥ? പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാര് പിള്ളേർ സുജൂതി പോയാൽ പുറകിൽ നിന്നാൽ കമ്പനി വായിക്കാം. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാറിൽ പോവാണ്. എൻ്റെ ഭാര്യയായിട്ട് തൊട്ട് ഫ്രണ്ടിൽ 2 പിള്ളേര് ബൈക്കിൽ പോകണം. മറ്റേ യമഹാടെ R15 അതിൻ്റെ ബാക്കിലൊരുത്തൻ കയറി ഇരുന്ന അർഷിൻ്റെ മുകളിൽ ഇരിക്കണ മാതിരിയാ. R15 മുകളിൽ കയറി ഇരുന്ന. അപ്പോൾ ഒരുത്തൻ ഓടിക്കുന്നു, ഒരുത്തൻ ബാക്കിൽ ഇരിക്കുന്നു. അവൻ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഷർട്ട് മേലോട്ട് പൊന്തി, പാൻറ് താഴോട്ടിറങ്ങി. അവൻ ഇട്ടിരിക്കണ ഇന്നർ വെയർ ഫുള്ളായിട്ട് വെളിയിൽ കാണാം. എൻ്റെ ഭാര്യ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ആകെ ഉരുകിപ്പോയി. എന്താ ചെയ്യുക? എൻ്റെ ഭാര്യ ശ്രദ്ധിച്ചില്ല, അവളെന്തോ വെളിയിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവനാണ് മുമ്പിൽ പോണില്ല, ടൗണിൽ ഭയങ്കര ബ്ലോക്ക്. എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കരിക്കൊക്കെ പിടിച്ചിട്ട് പയ്യെ പോകാം. അവള് വെച്ച് എന്താ ഇപ്പൊ ഭയങ്കര സ്നേഹം, കരിക്കൊക്കെ മേടിച്ചരാൻ. ഞാൻ ചിന്തിച്ച് ഇത് കാണേലും നല്ല 2 കരിക്ക് കുടിച്ചിട്ട് പോകണമല്ലേ. എന്താ അവസ്ഥ? നാണമില്ലേ ചെറുപ്പക്കാരെ? നാണമില്ലേ? അള്ളാടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ബോധമില്ലേ? മാന്യമായിട്ട് വേഷം. എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്. നല്ലതിനു വേണ്ടി കൂട്ടുകൂടി ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി ഒരാൾക്ക്, അവൻ വേണ്ടെന്ന് വെച്ച്. ഇതൊരു നല്ല അവസരമാണ്. ഇവിടെ വെച്ച് നമുക്ക് നല്ല കൂട്ടുകാരാകും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആരാ കൂട്ടുകാരൻ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. പോരാ കഅബയെ ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ. ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ. മദീന को जाए ये दिल चाहता है, मुकद्दर बनाए ये दिल चाहता है. मदीना के आका दो आलम के मौला तेरे पास आए ये दिल चाहता है. അല്ലാഹുവേ, എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഏതാഗ്രഹമെന്നറിയോ? മദീന കൊതായേ, എനിക്ക് മദീനത്തെത്തണം. എന്തിനെന്നറിയോ? എൻ്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലെത്താൻ. പൊന്നു സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. ആരാ ഉഖബ എന്നറിയോ? ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയാ. പക്ഷേ അവിശ്വാസിയാണ്, മുസ്ലിമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിമല്ല. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരു ദിവസം ഉഖബത്ത് ബിൻ അബീ മുഈത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സദ്യക്ക് വേണ്ടി വിളിച്ചു. തന്റെ കൂട്ടുകാരനാണ്, പക്ഷേ അവിശ്വാസിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉഖബയുടെ വീട്ടിലെത്തി. മക്ക പ്രമാണിമാര് സദ്യവട്ടത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉഖബയുടെ മുമ്പിലോട്ട് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖബ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് നീ കടന്നു വരാതെ, അല്ലാഹുവിന്റെ കലിമ വിശ്വസിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല ഉഖബ. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഞെട്ടിപ്പോയി. ആ കാലഘട്ടത്തിൽ മക്ക ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന മക്ക ഖുറൈശികൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖബ, നീ ഭക്ഷണം കഴിക്കാതെ നീ മുസ്ലിം ആവാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് വിശാല വിഷണ്ണനാകുമ്പോ അവസാനം റസൂലുള്ള ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ? ഉഖബ പറഞ്ഞു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്.
അള്ളാഹുവിന്റെ റസൂലിനോട് കലിമ പറഞ്ഞ് വിശ്വസിക്കുമ്പോ ആ സമയത്ത് റസൂലുള്ള ഭക്ഷണം കഴിച്ചു. ഉഖബയോട് പറഞ്ഞു, ഉഖബ, നീ നാളെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. ഇതേപോലൊരു ബഹുമതി കിട്ടാനുണ്ടോ? ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരനായി ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ള പിരിയുമ്പോ നാട് മുഴുവനും പാട്ടായി. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിമായി. ആ ഉഖബ ഇത് കേട്ട അബൂജഹൽ കോപാക്രാന്തനായി. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഉഖബ മുഹമ്മദിന്റെ വലയിൽ പെട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപാക്രാന്തനായി അബൂജഹൽ കഅബാലയത്തിൽ നിൽക്കുമ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നടന്നു വന്ന് അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചു. പിടിച്ച കൈ തട്ടി മാറ്റിയിട്ട് അബൂജഹൽ പറഞ്ഞു, വേണ്ട ഉഖബ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയവനല്ലേ, ഇനി നീ എന്നോട് മിണ്ടണ്ട, ഞാൻ നീയുമായിട്ടൊരു ബന്ധമില്ല, ബാല്യകാല കൂട്ടുകാരാണ് നാം, ഇനി മുഹമ്മദിന്റെ കൂടെ പോയാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖബ, ഞാൻ മിണ്ടില്ല ഉഖബ. ഉഖബയ്ക്ക് വല്ലാത്ത സങ്കടമായി. എത്രയോ നാളായിട്ടുള്ള കൂട്ടാ, പൊന്നു ചെറുപ്പക്കാരെ, ഇതല്ലേ പ്രയാസം. അവനോട് എങ്ങനെ മിണ്ടാതിരിക്കും ഉസ്താദ്? മിണ്ടണ്ടെന്നല്ല, അവനുമായിട്ടുള്ള തെറ്റിലുള്ള സഹവാസം നിർത്തണം. പൊന്നു സഹോദരാ, പൊന്നു സഹോദരാ. ഉഖബ അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അബൂജഹലെ, ആ സമയത്ത് മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ കലിമ പറഞ്ഞടാ, ഞാൻ മുസ്ലിമായടല്ല. അബൂജഹൽ പറഞ്ഞു, ഉഖബ, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ? കഅബയുടെ മറുഭാഗത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട്. അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ടിറങ്ങി വാ, എന്നാ നിന്നോട് ഞാൻ കൂട്ടുകൂടാം. സഹോദരങ്ങള്, എന്റെ ശബ്ദം കേൾക്കാൻ ഈ വിശാലമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 1000 അഭിശബ്ദ കൂട്ടുകെട്ടുകളിലൂടെ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ, ഖുർആനിലെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. ആ മുഖമാ ഞാൻ പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഉഖബ കടന്നു ചെന്നു. റസൂലുള്ള സഹാബത്തിന്റെ നടുവിൽ നിൽക്കുന്നു. തന്റെ കൂട്ടുകാരൻ വരുന്നത് കാണുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉഖബ കടന്നു വരിക, ഉഖബ കടന്നു വരിക. ഉഖബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല. എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ ചന്ദ്രമുഖത്തേക്ക് നോക്കി. അതാ ഉഖബ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനെ കുറിച്ച് പുഞ്ചിരിച്ചു നിന്ന മുഖത്തേക്ക് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചന്ദ്രപൂമുഖത്തേക്ക്, ആ ചന്ദ്രകമല മുഖത്തേക്ക് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുമ്പോ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രം ആവർത്തിക്കട്ടെ. ഉഖബത്തിന്റെ ശരീരത്തിൽ നിന്ന് ഉമിനീർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട്ട് വരുമ്പോ അല്ലാഹുവിന്റെ ദർബാർ കുലുങ്ങി. ജിബ്രീലേ, ചിറക് വിരിക്ക്, ജിബ്രീലേ, താഴോട്ടിറങ്ങ്. ആകാശത്തിന്റെ മുഖറബായ മലക്ക് താഴോട്ടിറങ്ങി. ഉഖബത്തിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി. മുഖറബായ മലക്ക് തന്റെ കയ്യങ്ങ് വിരിച്ചപ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ തുപ്പുനീര് അതാ ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ കൈവെള്ളയിൽ തട്ടി. ആ കൈവെള്ളയിൽ തട്ടിയിട്ട് ഉഖബയുടെ തുപ്പുനീര് അഗ്നിസ്ഫുലിംഗങ്ങളായി, തീപന്തങ്ങളായി ഉഖബയുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ആക്ഷേപിച്ച ഉഖബയുടെ മുഖത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ തട്ടിയിട്ട് ആ ഉമിനീര് തീപന്തങ്ങളായി തിരിച്ചു വന്ന് ഉഖബയുടെ മുഖം മുഴുവനും കരിഞ്ഞു പോകുമ്പോ കാലം സാക്ഷി, ചരിത്ര സാക്ഷി, അല്ലാഹുവിന്റെ റസൂലിനെ, എന്റെയും നിങ്ങളെയും നെഞ്ചിന്റെ രാഘവകുമാരന്, ഔദുൽ കൗസറിന്റെ നായകന്, നാളെ സിറാത്തിന്റെ സുഭാഷകന്, 1000 ആണ്ട് ജനനങ്ങളായി 140 കോടി മുസ്ലിമീങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. ആ റസൂലിനെ അധിക്ഷേപിച്ചതാരാകട്ടെ, സൽമാൻ റുഷ്ദിയാകട്ടെ, തസ്ലീമാ നസീർ അൻസറിനാകട്ടെ, സാക്ഷാൽ പ്രൊഫസർ ജോസഫ് ആകട്ടെ, ആ